ഗുരുശിഷ്യ സംവാദത്തിലേക്ക്. പിണറായി വിജയൻ കുലംകുത്തി എന്ന് പറഞ്ഞ അത്തരം ആളുകൾക്ക് പാർട്ടിയിൽ വീണ്ടും വന്ന് സ്ഥാനങ്ങൾ നേടിക്കളയാമെന്ന് ധരിക്കണ്ട. അത് കുലംകുത്തി തന്നെയാണ്. പുറത്തു പോയത് പുറത്തു തന്നെയാണ്. പുറത്താക്കൽ ശ്രമമുണ്ടല്ലോ. ഞങ്ങളുടെ അധ്യാപകരുടെ ഒരു ശൈലിയാണ് ഗെറ്റ് ഔട്ട് ദ ക്ലാസ് എന്ന് പറയുന്നത്. ഏത് ക്ലാസ്, ഗെറ്റ് ഔട്ട് ദ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഏത് ക്ലാസ്സിലുള്ള ആളുകളെയാണ് നിങ്ങൾ പുറത്താക്കുന്നത്? പാവപ്പെട്ടവരുടെ ക്ലാസ്സിലുള്ള ആളുകളെയാണോ മറ്റൊരു ക്ലാസ്സിലുള്ള ആളുകളെയാണോ നിങ്ങൾ പുറത്താക്കുന്നതെന്ന് ആലോചിക്കേണ്ട ചുമതലയുണ്ട്. വാട്ട് ഈസ് ക്ലാസ് കോൺഷ്യസ്നസ് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഒരു ക്ലാസ്സിൽ നിന്ന് ഒരു കുട്ടിയെങ്കിലും പുറത്താക്കേണ്ടി വരുന്ന ഒരു അധ്യാപകൻ അത്രയും കുറഞ്ഞൊരു അധ്യാപകനാണ്, കുട്ടിയല്ല മോശം. അതുകൊണ്ടാണ് ഈ കാൺ ബി ഇൻക്ലൂസീവ്. അത് ഞാൻ ചന്ദ്രശേഖരനെ പോലെയാളെയാണ് ഉദ്ദേശിച്ചത്. കുലംകുത്തി തന്നെയാണ്. അതിലെന്താ നിങ്ങൾക്ക് സംശയം? വളരെ ചെറിയൊരു കാരണം, പാർട്ടിക്ക് പുറത്തും ജനങ്ങളുണ്ട് എന്നുള്ളതാണ്. അതാണ് അത് പാർട്ടി മറന്നു പോകാം ചില സമയത്ത് പാർട്ടി മറന്നു പോകുന്നൊരു കാര്യം, മറന്നു പോകാൻ പാടില്ലാത്തൊരു കാര്യം. പാർട്ടിക്ക് പുറത്തും ജനങ്ങളുണ്ട് എന്നും ജനങ്ങളുടെ ഇച്ഛയെ പ്രതിഫലിപ്പിക്കുമ്പോൾ മാത്രമേ പാർട്ടി പാർട്ടിയായി തീരുന്നുള്ളൂ എന്നും പാർട്ടി സ്വയം ഓർമ്മപ്പെടുത്തേണ്ടതാണ്. അതിപ്പോൾ ചെയ്യുന്നില്ല. ഒഞ്ചിയത്തിന്റെ മണ്ണ് കുലംകുത്തികൾക്കുള്ളതല്ല എന്ന് തെളിയിക്കുന്ന ഒരു പ്രകടനവും പൊതുസമ്മേളനവുമാണ് ഇന്നിവിടെ നടന്നത്. ഇറ്റ് ഈസ് എൻ ഇൻസ്ട്രുമെന്റ്. പാർട്ടി ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഇൻസ്ട്രുമെൻ്റാണ്. അത് കണ്ട ആളുകളൊക്കെ വെടിവെച്ച് വീഴ്ത്താനോ കണ്ട ആളുകളൊക്കെ പുറത്താക്കാനോ മുഖം നോക്കി പുറത്താക്കാനോ ഉള്ളതല്ല. പക്ഷേ ഈ ഇൻസ്ട്രുമെൻ്റ് കയറി ചെയ്യുന്നിടത്തോളം കാലം നിങ്ങൾക്ക് ചെയ്തുകൊണ്ടേയിരിക്കാം. വാസ്തവത്തിൽ അങ്ങനെ വരുന്നത് യാന്ത്രികത കൊണ്ടാണ്. പാർട്ടിക്ക് സംഭവിച്ച യാന്ത്രികത കൊണ്ടാണ്. തിരഞ്ഞെടുക്കപ്പെട്ട ഒരാൾ തിരഞ്ഞെടുക്കാത്ത കാര്യങ്ങൾ ചെയ്യാം എന്നുള്ള നിലയിൽ അവസ്ഥയിലേക്ക് വരികയാണ് ചെയ്യുന്നത്. കുലംകുത്തി തന്നെയാവും എല്ലാ ഘട്ടത്തിലും. നിങ്ങളിപ്പോൾ നിങ്ങളുടെ കുടുംബത്തിന് എതിരായിട്ടൊരു കാര്യം ചെയ്താൽ ആ ആളെ നിങ്ങളൊരു കുടുംബദ്രോഹി എന്ന തരത്തിലാണ് വിളിക്കുക. അപ്പോൾ അതിൻ്റെ ഭാഗമായി ആ പോയ ഘട്ടത്തിൽ ആ പോയവരെ കുറിച്ച് പറഞ്ഞ കാര്യമാണത്. അതിനെപ്പറ്റി വേറെ വ്യത്യാസമില്ല. ജഡത്വം എന്ന് പറയുന്നു, യാന്ത്രികത എന്നാണ് സാധാരണ അത് പാർട്ടി ജാർഗണിൽ ഉപയോഗിക്കുക. യാന്ത്രികത പാർട്ടിക്ക് വരുന്നുണ്ട്. മനുഷ്യരെ കൊണ്ടുണ്ടാക്കുന്ന ഒരു സംഘടനയ്ക്ക് വരാവുന്ന ഏറ്റവും വലിയ ആപത്ത് അതൊരു യന്ത്രമായി തീരുന്നു എന്നുള്ളതാണ്. ഇപ്പോ ചന്ദ്രശേഖരൻ നേതൃത്വം കൊടുത്തിരുന്ന വിഭാഗം ഈ കഴിഞ്ഞ ഘട്ടത്തിൽ പാർട്ടി ശത്രുക്കളുമായി കൂട്ടുകൂടിക്കൊണ്ടായിരുന്നു ഞങ്ങൾ നേരിട്ടുള്ളത്. അവര് കുലംകുത്തികളാണ്, അതായത് കുലദ്രോഹികളാണ്. ആ കുലംകുത്തികൾ തന്നെയാണ്. അവരെയാണ് കുലംകുത്തികൾ എന്ന് പറഞ്ഞത്. സംഘടന എന്നുള്ള യന്ത്രത്തിൽ കൂടുതൽ വിശ്വാസം അർപ്പിച്ചാൽ അത് ഇതുപോലെ തന്നെ യാന്ത്രികമായി തീരുകയും ജനങ്ങളുമായിട്ടുള്ള ബന്ധം വിടുകയും, അതാണ് ഇവരൊക്കെ ഞങ്ങളോടൊക്കെ പറയാറുണ്ട്, ലോകം മാറിയതൊന്നും മാഷ അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ലോകം മാറിയത് ഇവർ പലരും അറിഞ്ഞിട്ടില്ല.